Hello, good morning, my dear students. In the last class, we are discussed about the objects of auditing. Two objects, primary and secondary objects, and it was also discussed, and you are writing an assignment for this. Okay, now we are going to discuss today is advantages of auditing. എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഇത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനോ 15 മാർക്കിനോ ചോദിക്കാം. എന്താണ് അഡ്വാൻറ്റേജസ്? വളരെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഈ നവഡേയ്സ് ഓഡിറ്റിംഗ് ഈസ് ഗെയിൻഡ് പോപ്പുലാരിറ്റി അമോങ് ഈവൻ ദ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർ പാർട്ണർഷിപ്പ് ബിസിനസ് എക്സെട്ര. അതായത് ഓഡിറ്റിങ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിലും ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി അല്ല, വോളണ്ടറി ആണ്. പക്ഷേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്. ഓക്കെ, അത് പണ്ടത്തെ കാലത്ത് ഇൻ ഓൾഡൻ ഡേയ്സ് ഓഡിറ്റിംഗ് ഈസ് കൺസിഡർഡ് ടു ബി വെരി ലക്ഷറി വൺ. ഓഡിറ്റിംഗ് എന്നുള്ളത് വലിയ സ്ഥാപനങ്ങൾ വളരെ ലക്ഷറി ആയിട്ട് കണക്കാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ലക്ഷറി, ഇറ്റ് ഈസ് ഡിസൈറബിൾ, ഇറ്റ് ഈസ് നെസസറി. ഓഡിറ്റിംഗ് ബിക്കം നെസസറി ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഇത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റിങ് നിർബന്ധമല്ലെങ്കിലും ഇപ്പോൾ അത്തരം ബിസിനസ് സ്ഥാപനങ്ങളും ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട് മീൻസ് വഴക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളും ഓഡിറ്റിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഓഡിറ്റിംഗ് ഈസ് വെരി essential nowadays. Okay, whether it is big or small business, whether it is profit or non-profit making organization. Okay, now what are the objectives of auditing? നമുക്ക് objectives നോക്കാം. Advantages. What are the advantages of auditing? ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് മൂന്നായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഫോർ ദ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജസ്, അതോടൊപ്പം തന്നെ സൊസൈറ്റി സമൂഹത്തിനുള്ള അഡ്വാൻറ്റേജസ്. നമുക്ക് മനസ്സിലാക്കുക, ഒറ്റ അടിക്ക് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, അതിൻ്റെ ഓണർക്ക്, സമൂഹത്തിന്. ഈ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ഹെൽപ്സ് ഡിറ്റക്റ്റിംഗ് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അല്ലേ, എററും ഫ്രോഡും ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു? ബിസിനസ്സിനെ ഓഡിറ്റിംഗ് സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് ഇറ്റ് ഹെൽപ്സ് ടു ചെക്ക് മൊറാലിറ്റി ഓഫ് എംപ്ലോയീസ്, പുട്ട്സ് മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് കള്ളത്തരം കാണിക്കുന്നുണ്ടോ, വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ടോ എന്നുള്ള മോറൽ ചെക്കും നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് എവിടെയാണ്? ഓഡിറ്റിങ്ങിലൂടെയാണ് കണ്ടെത്താൻ പറ്റുന്നത്. മൂന്നാമത്തത് ഇറ്റ് എൻഷുവേഴ്സ് ദ ഓതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ യഥാർത്ഥ വസ്തുത അല്ലെങ്കിൽ വിശ്വസ്തത ഉറപ്പാക്കാൻ വരുന്നത്. അതായത് അക്കൗണ്ടൻ്റ് എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലയബിൾ ആണോ, കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കുന്നു? ഓഡിറ്റിംഗ് സഹായിക്കുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്യുറസി, ഓതൻറ്റിസിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, ഒബ്റ്റെയിനിങ് ബാങ്ക് ലോൺ വെരി ഈസിലി. അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലോൺ കൊടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സെട്ര. അത് നോക്കിയിട്ട് അത് ലാഭകരമായി പ്രവർത്തിക്കുന്നതാണോ, കൃത്യമായി എടുത്തിട്ടുള്ള ലോണുകളൊക്കെ അടയ്ക്കുന്ന സ്ഥാപനമാണോ എന്നതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ അക്കൗണ്ടൻ്റ് എഴുതിയാൽ അതുമല്ല പരിശോധിക്കുന്നത്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് ലോണിന് അവർ കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്ലോസ് ടച്ച് വിത്ത് ദ ഓർഗനൈസേഷൻ. അല്ലേ, ഇഫ് ആൻ ഓഡിറ്റർ മെയിൻറ്റെയിൻസ് റെഗുലർലി ഓഡിറ്റ് ക്ലയൻസ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെഗുലറായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഡിറ്റർ സ്ഥാപനവും ബിസിനസ്സുമായിട്ടൊരു ക്ലോസ് കോണ്ടാക്റ്റ് വയ്ക്കുകയും ക്ലോസ് ടച്ച് വയ്ക്കുകയും അതുവഴി ഓഡിറ്റർക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പെർഫോമൻസിനകത്ത് ഇൻറ്റേർണൽ ചെക്കിങ് വളരെ എളുപ്പം. ഇൻറ്റേർണൽ ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓരോ ഇടയ്ക്ക് വന്ന് പ്രവർത്തികൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം അപ്പോയിൻറ്റിങ് ആൻ ഓഡിറ്റർ ഫോർ മൈ ബിസിനസ് ഫോർ എ കണ്ടിന്യൂസ് ബേസിസ്, തുടർച്ചയാണെങ്കിൽ ഒരു പ്രാവശ്യം ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത വർഷം ഓഡിറ്റ് ചെയ്യുന്ന സമയത്തല്ല വരുന്നത്, ഇടയ്ക്കൊക്കെ വന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കുവാനും കള്ളത്തരങ്ങളോ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റും. ദാറ്റ് മീൻസ് ഓഡിറ്റിംഗ് ഹെൽപ്സ് ടു മെയിൻറ്റെയിനിങ് എ ഗുഡ് റിലേഷൻ വിത്ത് ഓഡിറ്റർ ബൈ ദ ബിസിനസ്സുമായിട്ട് ഓഡിറ്റർക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈസി ടു കംപ്ലീറ്റ് ദ ഓൾ ടാക്സ് മാറ്റേഴ്സ്, വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതോറിറ്റീസ് എല്ലാം ഒരു സ്ഥാപനത്തിനെ
അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പരിശോധിക്കുന്നത്. ഇൻകം ടാക്സിന് വേണ്ടിയാണെങ്കിലും വെൽത്ത് ടാക്സിന് വേണ്ടിയാണെങ്കിലും, വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത് നികുതി അതിന് വേണ്ടിയാണെങ്കിലും, അതുപോലെ തന്നെ സെയിൽ ടാക്സിന് വേണ്ടിയാണെങ്കിലും, ഇപ്പം വാറ്റ് എന്ന് പറയും വാല്യൂ ആഡഡ് ടാക്സ്, ഇതിന് വേണ്ടിയാണെങ്കിലും ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് ദ അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ എ പ്രൊഫഷണൽ ആൻഡ് ക്വാളിഫൈഡ് ഓഡിറ്റർ ദ ബിസിനസ് എൻജോയ്സ് എ റെപ്യൂട്ടേഷൻ. നല്ല ഓഡിറ്ററാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടായിരിക്കും, റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ടു ദ ഓണർ, ഉടമസ്ഥനുള്ള അഡ്വാൻറ്റേജ്. ഒന്നാമത്തത്, he can if a business is owned by a sole proprietorship or a partnership, the partners can rely on the audited financial statement. അല്ലേ, അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ പാർട്ണേഴ്സ് 3 പേര് ചേർന്ന് നടത്തുന്നു. അപ്പം 3 പേര് ചേർന്ന് നടത്തുന്നു, ഒരാൾ സൈലൻറ്റ് പാർട്ണർ ആണെങ്കിലും ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ആ സ്ഥാപനം നല്ലതുപോലെയാണ് മറ്റ് പാർട്ണേഴ്സ് കൊണ്ട് നടക്കുന്നത് കൃത്യമായി ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അതാണ് who have no hand the actual running of business, auditing ensures a proper maintenance account. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഒരു കമ്പനി ഭരിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അല്ലേ. അപ്പം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഷെയർ ഹോൾഡേഴ്സിന് വിശ്വസിക്കാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വേണ്ടി നല്ല ഭരണമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഉടമസ്ഥനെ സഹായിക്കുന്നത്. അത് ഉടമസ്ഥൻ എന്ന് വെച്ചാൽ ആരോ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ജോയിൻറ്റ് സ്റ്റോക്ക്. അപ്പോൾ പാർട്ണർഷിപ്പിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അവരുടെ സോൾ ട്രേഡറെയും പാർട്ണറെയും സഹായിക്കുന്നു. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണെങ്കിൽ നല്ലൊരു പ്രവർത്തനം നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലോ അവിടെ എന്താ ഉള്ളത്, ഉടമസ്ഥർ, മെമ്പേഴ്സ് അല്ലേ. മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണെങ്കിലും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ദ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു എൻഷുർ ദ അഫയേഴ്സ് ആർ ഗോയിങ് സ്മൂത്ത്ലി, അല്ലെങ്കിൽ ദേ ആർ കണ്ടക്ടിങ് ദ അഫയേഴ്സിനെ സ്മൂത്ത് മാനർ, അല്ലെങ്കിൽ ആ ഭരണസമിതി കോപ്പറേറ്റീവ് സൊസൈറ്റി നല്ലതുപോലെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് അതിൻ്റെ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ണേഴ്സ് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവരുടെ ഓഹരികൾ തരംതിരിക്കുന്നത് എങ്ങനെയുടെ അടിസ്ഥാനത്തിലാണ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലുള്ള ആസ്തിയും ബാധ്യത അറിയുകയും അത് വെച്ച് ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ഓഫ് പാർട്ണേഴ്സ്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഫങ്ഷനിങ് ഓഫ് ബിസിനസ്. ഓഡിറ്റിങ് ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ സൗണ്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നല്ലതുപോലെ കൊണ്ടുപോകാൻ ഉടമസ്ഥനെ ഇറ്റ് ഹെൽപ്സ് ദ ഓണേഴ്സ് ടു റൺ ദ ബിസിനസ്സിൻ്റെ സ്മൂത്ത് മാനർ. ഓക്കെ, ദിസ് ഈസ് ദ അഡ്വാൻറ്റേജസ് ടു ദ ഓണേഴ്സ്. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജ് സൊസൈറ്റി. സൊസൈറ്റി എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ജനറൽ പബ്ലിക്കാണ്. അതോടൊപ്പം തന്നെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസാണ്. ഇതെല്ലാം ഏതിനകത്താണ് വരുന്നത്? സൊസൈറ്റിയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ് സൊസൈറ്റി? ഒന്ന്, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് helps the more liable to creditors and banks for sanctioning the credit and other advances. അല്ലേ, സമൂഹം എന്നുള്ള ഒന്നാമത്തെ കാറ്റഗറി പറയുന്നത് ലോണുകൾ കൊടുക്കുന്ന ബാങ്കുകൾക്കും കടം നൽകുന്ന ആൾക്കാർ ലെൻഡേഴ്സിനും ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വലിയൊരു ഹെൽപ്ഫുൾ ആണ്. കാരണം അവർക്ക് ഒരു ബിസിനസ്സിന് ലോൺ കൊടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് കറക്റ്റാണ്, ഇത് അടിസ്ഥാനത്തിൽ ലോൺ കൊടുത്താൽ നമുക്ക് ലോൺ തിരിച്ച് കിട്ടും. ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജസ് ടു ദ ബാങ്കേഴ്സ്. നെക്സ്റ്റ് വൺ, ഇൻകം ടാക്സ് അതോറിറ്റീസിനും സെയിൽസ് ടാക്സ് അതോറിറ്റീസിനും എന്താ ഓഡിറ്റഡ് അക്കൗണ്ട്സ് റിലയബിൾ ആണ്, അവരുടെ ടാക്സ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ വർക്കേഴ്സിന് കൂടുതൽ ഡിമാൻഡ് വേജസ്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് ആയിട്ടുള്ള ലേബർ കമ്മീഷണർ അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമനിധി ആ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേജേഴ്സ് ആർ ക്ലെയിമിംഗ് ഫോർ ഹയർ സാലറി, ഹയർ വേജസ്, ഒരു ശമ്പളം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ ശമ്പളം കൂട്ടി നിശ്ചയിക്കുന്നത് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് അപ്പോൾ ഓണേഴ്സ് പറയുന്നത് ലാഭമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ലാഭമുണ്ട് എന്ന് തെളിയിക്കുന്ന ഇതാണ്, ഇത് വെച്ചിട്ടാണ്. ലാഭമില്ലേ എന്നറിയുന്നതും ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ഫോർ ദ ഗവൺമെൻറ് ഏജൻസീസ് ടു സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ഓഫ് വർക്കേഴ്സ് വിത്ത് ദ ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫയർ ഇൻഷുറൻസ് പോളിസി പോലെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തിയും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലാഭമൊക്കെ നോക്കിയിട്ടാണ്. അപ്പം അതും അത്തരം ഇൻഷുറൻസ് കമ്പനികളും അവരുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. അതായത് ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്നത്, ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് വിൽക്കാൻ പോകുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ, വാങ്ങുന്ന വില കണക്കാക്കുന്നതിന്, വാങ്ങാൻ പോകുന്ന ആൾ അതിൻ്റെ വിലയിടുന്നതും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ് ഓഫ് ഇൻവെസ്റ്റർ. പുതിയൊരു ഷെയർ ഹോൾഡർ ഒരു കമ്പനി എടുക്കാൻ പോകുന്നതും ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. അതായത് ലാഭമാണോ നഷ്ടമാണോ ആസ്തി ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഇൻവെസ്റ്റർ he is willing to invest his money in the business. ബിസിനസ്സിലേക്ക് പണം ഇടാൻ പോകുന്നതും ഇത് നോക്കിയിട്ടാണ്. These are the 3 basic advantages to the 3 categories of people: business, ഉടമസ്ഥർ അല്ലേ, ബിസിനസ്, ഓണേഴ്സ്, സൊസൈറ്റി. ക്ലിയർ?
ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 5 മാർക്കിന് ചോദിക്കാം, 15 മാർക്ക് ചോദിക്കാം. നൗ ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് അഡ്വാൻറ്റേജസിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഞങ്ങൾ ഇത്രയും പറഞ്ഞു വന്നല്ലോ, ഓഡിറ്റിങ് ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഏതൊരു ഗുണമുള്ള സാധനത്തിനും ഒന്നുണ്ട് ദോഷമുണ്ട് അല്ലേ? ഗുണമുള്ള സാധനങ്ങൾക്ക് ദോഷവുമുണ്ട് അല്ലേ? എല്ലാത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട്, മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. അതൊരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളാണ് അല്ലേ? ഓഡിറ്റിംഗ് ഇത്രയും ഹെൽപ്ഫുൾ ആണെങ്കിലും സം ഡീമെറിറ്റ്സ് ആർ ദെയർ, സം ഡിസ്അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ, ഓഡിറ്റ് ഡസ് നോട്ട് ഷോ സിഗ്നൽസ് എബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. ലാഭനഷ്ടം കണക്കുകളൊക്കെയാണ് ഇതിനകത്ത് കണക്കാക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിക്കൊണ്ട് പോകുന്നത് ലാഭം കാണും നഷ്ടം കാണും, പക്ഷേ ആ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസി അതൊന്നും ഓഡിറ്റിങ്ങിനകത്ത് പരിശോധിക്കുന്നില്ല. ഓഡിറ്റിങ്ങിനകത്ത് വർക്കേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി നോക്കുന്നില്ല, അതൊന്നും നോക്കുന്നില്ല. പകരം ജസ്റ്റ് അക്കൗണ്ടിങ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു, അതിന് വൗച്ചറുണ്ടോ, അതിന് സ്റ്റോക്ക് അവിടെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻസി അത് റിവീൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിറ്റക്ട് മാനിപ്പുലേഷൻ ഡൺ ബൈ എ ക്ലവർ മാനർ. ഒരു വളരെ ബുദ്ധിമാനായ തന്ത്രശാലിയായ ഒരു അക്കൗണ്ടൻ്റാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് എഴുതി തയ്യാറാക്കുന്നതെങ്കിൽ, വ്യാജമായി വൗച്ചറൊക്കെ തയ്യാറാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഓഡിറ്റ് കണ്ടെത്താൻ, വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തെങ്കിലും ചില സ്ഥാപനങ്ങൾ കള്ളത്തരം നടത്തുന്നു എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ഓഡിറ്റർമാരെ കാട്ടി തട്ടിപ്പ് നടത്താൻ അറിയാവുന്ന അക്കൗണ്ടന്റുമാരുണ്ടെങ്കിൽ ഓഡിറ്റിങ് വളരെ യൂസ്ഫുൾ അല്ലാതായി മാറും. നെക്സ്റ്റ് വൺ, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കൊക്കെ നമ്മൾ കണക്കാക്കുന്നത് ആ ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന വില എടുത്തുള്ളൂ, അല്ലാതെ മാർക്കറ്റ് വാല്യൂ എന്നല്ല. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ബുക്കിലുള്ള വാല്യൂ മാത്രമേ സ്റ്റോക്കിന് ഓഡിറ്റർ എടുക്കാറുള്ളൂ. അതായത് യഥാർത്ഥ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് എ സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയൊക്കെ പ്രശ്നം അതാണ്. അതുപോലെ തന്നെ മിക്കപ്പോഴുള്ളൊരു പ്രശ്നമാണ് ടൈം ലിമിറ്റ്. അതായത് ഒരു ഓഡിറ്റർ സാധാരണയായിട്ട് ഒരു വർഷത്തിൻ്റെ അവസാനമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കാൻ വരുന്നത്. അവിടെ ടെസ്റ്റ് ചെക്കിങ് മാത്രമാണ് നടക്കുന്നത്. എല്ലാ വിവരങ്ങളും ഒരു വർഷം ഒരു അക്കൗണ്ട് ചെയ്ത വിവരങ്ങൾ ഓരോന്ന് ഇഴകേറി പരിശോധിക്കാൻ സമയം കിട്ടില്ല. ആ ടൈം ലിമിറ്റ് ഒരു ഫാക്ടറാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നോക്കും, അത് ശരിയാണെങ്കിൽ മറ്റതെല്ലാം ശരിയാണെന്ന് വിചാരിക്കും. പക്ഷേ അതിനിടയ്ക്ക് തെറ്റുണ്ടോ എന്ന് നോക്കാൻ ലാക്ക് ഓഫ് ടൈം കാരണം പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. സംടൈംസ് ചില ഓഡിറ്റർമാർ അവരുടെ ജഡ്ജ്മെൻ്റ് ഇടും അല്ലേ? അവർ ചില കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചില ജഡ്ജ്മെൻ്റ് ഇടും. ചില സമയത്ത് അതാണ് സാധാരണ മനുഷ്യരാണ് ഓഡിറ്റർ, ചില ജഡ്ജ്മെൻറ്റ് ഫോൾട്ടായി മാറിക്കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങും ഫോൾട്ടായി മാറും അല്ലേ? അവരുടെ കണക്കൂട്ടിൽ തെറ്റിയാൽ ഓഡിറ്റിങ്ങും തെറ്റായി മാറും. നെക്സ്റ്റ് വൺ ഇതാണ് ലാക്ക് ഓഫ് അവെയർനെസ് അബൌട്ട് ദ മോഡേൺ ചേഞ്ചസ്. അതായത് ഇപ്പം ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് നിലവിലുള്ളത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം പ്രകാരമാണ്, ഡബിൾ എൻട്രി സിസ്റ്റം. അതൊക്കെ പഴയ കാലത്താണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പം എല്ലാം മാനുവൽ അക്കൗണ്ടിങ്ങിന് പകരം എല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ നോളജോ അല്ലെങ്കിൽ മോഡേൺ ചേഞ്ചസിനെ കുറിച്ച് ഓഡിറ്റർക്ക് അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ്. ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് അവെയർനെസ് ഓഫ് ഓഡിറ്റർ അബൌട്ട് ദ മോഡേൺ ചേഞ്ചസ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റിംഗ് ഈസ് യൂഷ്വലി പെർഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ അല്ലേ? സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഓഡിറ്റിംഗ് ഏറ്റവും അവസാനമാണ് നടക്കുന്നത്. അതായത് അവസാനം നടക്കുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നമ്മൾ പണ്ട് പറയുന്നുണ്ട് അല്ലേ? കഴിഞ്ഞു പോയ കാര്യം ഓഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് യൂസാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഒരാൾ തെറ്റ് ചെയ്ത് എല്ലാം വെട്ടിച്ച് തട്ടിപ്പ് എല്ലാം നടത്തിയെടുത്തു. തട്ടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം തട്ടിപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥാപനത്തിന് എന്ത് നേട്ടമുള്ളത്? അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നടക്കും. ഒരു വർഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പം അക്കൗണ്ടിങ്ങിന് പറയുന്ന ഒരേ ഡിഫക്റ്റ് എന്തിനാണ് ഓഡിറ്റിങ്ങിന് പറയുന്നത്? ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്. അതായത് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇറ്റ് ഹാസ് നോ യൂസ് ഫോർ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഇറ്റ് വിൽ ബി യൂസ് ഓൺലി ഫോർ ദ ഫ്യൂച്ചർ അല്ലേ? ഈ ഭാവിയിൽ തെറ്റ് നോക്കാം എന്നല്ലാതെ കഴിഞ്ഞു പോയ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ചില ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് ആവണമെന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആകണമെന്നില്ല. പൈസയ്ക്കൊക്കെ വഴങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിനകത്ത് ഒരു ഉപയോഗമില്ല. ലാസ്റ്റ് വൺ, വാച്ച് ഡോഗ്. നമ്മളെല്ലായ്പ്പോഴും പറയുന്നത് ഒരു ഓഡിറ്റർ ബ്ലഡ് ഹൗണ്ട് അല്ല, സംശയാലു ആവരുത്, കൃത്യമായി പരിശോധിക്കണം, വാച്ച് ഡോഗിനെ പോലെ നോക്കുക. എവിടെയെങ്കിലും സംശയം വരികയാണെങ്കിൽ ആക്രമിക്കുക. അത് ഓഡിറ്ററുടെ കഴിവിനെ താഴ്ത്തുന്നു എന്നാണ് പറയുന്നത്. കാരണം ഓഡിറ്റർ എപ്പോഴും ബോൾഡായി എപ്പോഴും സസ്പീഷ്യസ് ആണെങ്കിൽ മാത്രമേ, അതിപ്പോൾ നമ്മൾ പറയില്ല, ചില പോലീസ് ഇൻസ്പെക്ടേഴ്സ് എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം അല്ലേ? അങ്ങനെയുള്ള ആൾക്ക് ഭയങ്കര അന്വേഷണ അല്ലേ കഴിവുണ്ടെന്നൊക്കെ നമ്മൾ പറയാം. അതേപോലെ ഓഡിറ്റർ എപ്പോഴും സംശയമാണ്. ആര് അക്കൗണ്ടിങ് കൊണ്ട് നല്ല തെറ്റായിട്ട്, ഇപ്പോൾ ചില പോലീസുമാർ ആരെ കണ്ടാലും കള്ളന്മാരാണെന്ന്, തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരും പ്രതിയെന്ന് വിചാരിക്കുന്ന ചില പോലീസുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓഡിറ്റർമാർ വിചാരിക്കും തൻ്റെ മുമ്പിൽ വരുന്ന ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻറ്റ് എഴുതുന്ന അക്കൗണ്ടൻ്റ് എല്ലാം കള്ളന്മാരാണ്, വെട്ടിക്കുന്നവരാണ്. അങ്ങനെ അത് ആ ഒരു നോഷൻസ് ഒഴിവാക്കാനാണ് ജസ്റ്റിസ് ലോപ്പ് പറഞ്ഞത് ഓഡിറ്റർ എന്നുള്ളത് ഒരു വാച്ച് ഡോഗാണ്, ബ്ലഡ് ഹൗണ്ട് അല്ല.
പക്ഷേ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഓഡിറ്റർ മൃദു സമീപന ആ ഇത് ചിലപ്പോൾ ഒരു ഓഡിറ്ററുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു, അത് ഓഡിറ്ററുടെ കഴിവിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ലിമിറ്റേഷൻസ് എ കെയർഫുൾ എന്താണ് ദ ഓഡിറ്റിംഗ് ഇൻവോൾവ്സ് എ സർട്ടൺ അഡ്വാൻറ്റേജസ്. സോ ദീസ് ലിമിറ്റേഷൻസ് ക്യാൻ ബി നെഗ്ലിജിബിൾ. നമുക്ക് ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റിംഗ് നൽകുന്ന ഗുണം വളരെ വലുതായതുകൊണ്ട് നമുക്ക് ഈ ലിമിറ്റേഷൻസിനെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ദ പ്രസൻറ്റ് ഡേ വി ക്യാൻ സേ ദാറ്റ് ഓഡിറ്റിംഗ് ഈസ് നോട്ട് ലക്ഷറി. ഓഡിറ്റിംഗ് ഒരു ലക്ഷറി അല്ല, ഓഡിറ്റിംഗ് നെസസറി ആണ്. ഏത് സ്ഥാപനവും ഓഡിറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓഡിറ്റിംഗ് വളരെ ഉപകാരപ്രദമായാണ്. ഓക്കെ, നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കണം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ആൻ അസൈൻമെൻറ്റ്. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറയുന്ന കാരണം അറ്റൻഡൻസ് കൃത്യമായി മാർക്ക് ചെയ്യണം. ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്താണ് പോകുന്നത്. നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ റെക്കോർഡിക്കൽ എവിഡൻസ്. അതുകൊണ്ട് നമുക്ക് വേറെ ഡ്യൂട്ടിയോ ക്ലെയിമോ ഒന്നും കിട്ടില്ല. ഈ റെക്കോർഡ് തന്നെയാണ് നമ്മൾ ഓരോ ആഴ്ചയും നമുക്ക് റിപ്പോർട്ടായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നത് ഈ അറ്റൻഡൻസ് വെച്ചിട്ടാണ്. അപ്പം ഇതിനകത്ത് പിന്നെ ഒരു എഡിറ്റിംഗ് വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അറ്റൻഡൻസ് പിന്നീട് ഇത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആർക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അസൈൻമെൻറ്റ് നിങ്ങൾക്കറിയാം, അസൈൻമെൻ്റ് ഉണ്ട്, സെമിനാറുണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, ഇതിനൊക്കെ മാർക്കുണ്ട്. അപ്പം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് ഞാൻ ഓരോരുത്തരുടെ നോട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു 26ഓളം കുട്ടികൾ മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് അവരുടെ എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ടിക്ക് ചെയ്ത് പോകും. ഓക്കെ, എല്ലാവരും അസൈൻമെൻറ്റ് അയക്കണം. അസൈൻമെൻറ്റ് അയക്കാത്തവരുടെ ഞാൻ ടിക്ക് ചെയ്യില്ല. അതനുസരിച്ച് മാർക്ക് ആ രീതിയിലേ മാർക്ക് കൗണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, നല്ലതുപോലെ അസൈൻമെൻറ്റ് പ്രധാനമായിട്ടും തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വായിച്ചു പിറ്റേ ദിവസം അത് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാൻ വേണ്ടിയാണ് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. താങ്ക് യു ഓൾ.